പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒക്ടോബർ 31 ശബരിമലയിലെ പെരുങ്കൊള്ളയെക്കുറിച്ച് കോടതിയുടെ ഉത്തരവ് പ്രകാരം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ഓഫീസിലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചെന്ന് അവരെ അങ്ങ് കയറി ചെന്ന് ഏതാണ്ട് ഒരു റെയ്ഡ് പോലെ അവർ 1998-99 കാലഘട്ടത്തിൽ മല്യ നടത്തിയിട്ടുള്ള സ്വർണം പൊതിയൽ, ആ സ്വർണം പൊതിയലിൻ്റെ രേഖകൾ ഏതാണ്ട് റെയ്ഡ് പോലെ പിടിച്ചെടുത്തു എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അവർ ചെന്ന് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ കണ്ടുപിടിച്ച ഫയലുകളിലെ ചില വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിൽ മലയാള മനോരമയിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബോർഡ് ആസ്ഥാനത്ത് മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിലാണ് 420 പേജുള്ള ഫയൽ കണ്ടത്. മല്യയ്ക്ക് സ്വർണം പൊതിയാൻ ഹൈക്കോടതി നൽകിയ അനുമതി, ബോർഡിൻ്റെ ഉത്തരവുകൾ, സ്വിറ്റ്സർലൻഡിൽ നിന്ന് 28 കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിൻ്റെ രേഖകൾ, അതൊക്കെ ആ ഫയലിലുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് UB ഗ്രൂപ്പ് 1564 ഗ്രാം ശ്രീകോവിലിൻ്റെ വാതിൽപ്പാളിയിലും കട്ടിളയിലുമായി അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. സുഹൃത്തുക്കളെ, ആ ഫയലിൽ ഇണങ്ങിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില വിശദാംശങ്ങളുണ്ട്. ആ വിശദാംശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് 16/4/1996 ഈ മല്ലയും ബോർഡും തമ്മിൽ ഒപ്പിട്ട എഗ്രിമെൻ്റ്, ആ എഗ്രിമെൻ്റ് വിശദാംശങ്ങൾ ആ ഫയലിലുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ എഗ്രിമെൻ്റ് ഒപ്പിട്ടത് 16/4/1996 അന്നത്തെ ബോർഡിൻ്റെ ആ എഗ്രിമെൻ്റ് ഒപ്പിട്ടത് ബോർഡിന് വേണ്ടി പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ രവികുമാറും UB ഗ്രൂപ്പിന് വേണ്ടി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് AK രവി നെടുങ്ങാടിയും അവരാണ് ആ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. രണ്ട്, ഈ എഗ്രിമെൻ്റ് പ്രകാരം എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ഈ എഗ്രിമെൻ്റ് പ്രകാരം ശ്രീകോവിലിൻ്റെ റൂഫ് 22 ഗേജ് ചെമ്പ് തകിടുകളിൽ 24 കാരറ്റ് സ്വർണ്ണ തകിടുകൾ പൊതിയുന്നതിനും, കൂടാതെ നിലവിലെ 3 താഴിക കുടങ്ങളിലും ഇന്നർ ബ്രാസ് ഷീറ്റുകളും ശ്രീകോവിലിൻ്റെ മുൻവശത്തെ ഹുണ്ടി എന്നിവ സ്വർണം പൊതിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രവി നെടുങ്ങാടിയും ഈ ദേവസ്വം ബോർഡിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള രവികുമാറും തമ്മിലുള്ള ആ എഗ്രിമെൻറ്റിൽ ഉള്ളത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ ഏൽപ്പിച്ച ആരെയാണ് ഇത് ചെയ്യാൻ ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. UB ഗ്രൂപ്പ് ആരെയാണ് ഇത് ഏൽപ്പിച്ചത് എന്നുള്ളത്. അത് ചെന്നൈയിലുള്ള ഒരു സ്വർണ്ണക്കട നടത്തുന്ന ഒരു J നാഗരാജൻ, അയാളെയാണ് ഇത് ഏൽപ്പിച്ചത്. JNR ജ്വല്ലറി എന്നുള്ള ജ്വല്ലറിയാണ്. ടെമ്പിൾ നീഡ്സ് 10 നോർത്ത് മഡ സ്ട്രീറ്റ്, മൈലാപ്പൂർ, ചെന്നൈ. ആ വ്യക്തിയെയാണ് ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അവർ കൊട്ടേഷൻ കൊടുത്തു. ഓർത്തോണം നമ്മൾ അന്ന് സ്വർണം പൂശുമ്പോൾ അവർ കൊട്ടേഷൻ കൊടുക്കുന്നു. ആർക്ക്? UB ഗ്രൂപ്പിന് കൊട്ടേഷൻ കൊടുക്കും. ഇവിടെ ഒരു കൊട്ടേഷനും ഇല്ല. ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂരിക്ക് അങ്ങ് കൊടുത്തു വിടുകയായിരുന്നു, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഓർക്കണം. പക്ഷേ അന്ന് UB ഗ്രൂപ്പിന് ഈ ജ്വല്ലറി കൊട്ടേഷൻ കൊടുത്തു. ആ കൊട്ടേഷൻ പ്രകാരം 27 കിലോഗ്രാം 850 ഗ്രാം 800 മില്ലിഗ്രാം റൂഫിനും 3 താഴിക കുടത്തിനും ഇന്നർ ബ്രാസ് ഷീറ്റ്, ഓൾഡ് ഹുണ്ടി എന്നിവയ്ക്കും 3.4 കിലോഗ്രാം സ്വർണം വേണം എന്ന് 3.4 കിലോഗ്രാം സ്വർണം വേണം എന്ന് പറഞ്ഞിട്ട് ആണ് അവർ കൊട്ടേഷൻ കൊടുത്തത്. എന്ന് മാത്രമല്ല, ഈ ജോലി ചെയ്യുന്നതിന് അനുവാദമായി ഹൈക്കോടതിയിൽ പെറ്റീഷൻ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട കോടതി 30/4/1996 ഇതിന് അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, അന്ന് സ്വർണം പൊതിയാൻ വേണ്ടി UB ഗ്രൂപ്പും ദേവസ്വം ബോർഡും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് കണ്ടു. അതിന് എത്ര സ്വർണം അതിന് ആളെ ഇന്നതായിരിക്കും തീരുമാനിച്ചു. അയാളിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിച്ചു. ആ കൊട്ടേഷൻ വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ അനുവാദത്തിന് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങി. എന്നാൽ ഇന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് ഹൈക്കോടതി അനുവാദം വാങ്ങിയിട്ടാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിട്ടത്?
ഇന്ന് ഹൈക്കോടതിയിൽ അനുവാദം വാങ്ങിയിട്ടാണോ സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്ത്? ഒന്നുമല്ല, വ്യത്യാസം നമ്മൾ കണ്ടോളാം. അത് എന്നിട്ട് UB ഗ്രൂപ്പ് എന്ത് ചെയ്തു? സന്നിധാനത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ ദിവസങ്ങളിൽ 24 കാരറ്റ് സ്വർണം എത്തിച്ചു. സന്നിധാനത്ത് എത്തിച്ചു 24 കാരറ്റ് സ്വർണം. അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ 22/5/1998 11.6 കിലോഗ്രാം, ഈ 12/5/1998 11.6 കിലോഗ്രാം, 18/7/1998 7 കിലോഗ്രാം, ഇങ്ങനെ 30.3 കിലോഗ്രാം അവർ സന്നിധാനത്ത് എത്തിച്ചു. 17/5/1998 ജോലികൾ ആരംഭിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ജെ നാഗരാജന്റെ നേതൃത്വത്തിൽ ചെന്നൈയിൽ നിന്നുള്ള 50ഓളം ജോലിക്കാർ സന്നിധാനത്ത് താമസിച്ചാണ് പണികൾ നടത്തിയത്. ആലോചിച്ച് നോക്കണം. 17/5/1998 ജോലികൾ ആരംഭിച്ചു. ഈ ജെ നാഗരാജന്റെ നേതൃത്വത്തിൽ 50ഓളം ജോലിക്കാർ സന്നിധാനത്ത് താമസിച്ചാണ് പണികൾ നടത്തിയത്. എന്നാൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ സ്വർണം ചെമ്പാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിട്ടു. അയാൾ 10-30 ദിവസം അയാളുടെ സൗകര്യം പോലെ കൊണ്ടുനടന്നിട്ട് അയാൾ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുരൂഹ സ്ഥാപനത്തിൽ കൊണ്ടുപോയി അയാൾ തിരിച്ചു കൊണ്ടുപോകും. എന്നാൽ UB ഗ്രൂപ്പ് എന്ന് ചെയ്തത് എന്താണ്? കൊട്ടേഷൻ പ്രകാരം അവർ 30 കിലോ സ്വർണം വേണമെന്ന് കണ്ടു, ഒരാളെ ഏൽപ്പിച്ചു. അയാൾ വന്ന് അയാളും 50 ജീവനക്കാരും കൂടി സന്നിധാനത്ത് വെച്ച് തന്നെ പണി ചെയ്തു. ആ പണി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ അനുവാദം മേടിച്ചിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ശ്രീകോവിലിന്റെ സീലിങ്ങിന് കേടുപാടുകൾ ഉള്ളതിനാൽ ഇന്നർ ബ്രാസ് ഷീറ്റിൽ സ്വർണം പൂശാൻ ബുദ്ധിമുട്ടായതിനാൽ നിലവിലെ സീലിംഗ് പോളിഷ് ചെയ്തു. ഇതുവഴി 1.4 കിലോഗ്രാം സ്വർണം ലാഭിച്ചു. അതുകൊണ്ട് ദ്വാരപാലക, 3 ഘനദ്വാരം, 10 ഭിത്തി സ്തംഭം, പിന്നെ സൈഡ് ബീഡിങ്സ്, അതിനുള്ള വർക്കുകളെല്ലാം ചെയ്യാമെന്നുള്ള പ്രപ്പോസല് UB ഗ്രൂപ്പിന് വേണ്ടി രവി നെടുങ്ങാടി ദേവസ്വം ബോർഡ് നൽകി. ഇത് ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച് മാറ്റങ്ങൾ വന്നതും ഹൈക്കോടതിയിൽ സമർപ്പിച്ച് അവര് ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഈ പിടിച്ചെടുത്ത 420 പേജിന്റെ രേഖകളിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, മരാമത്ത് വകുപ്പിലെ പല ഫയലുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രേഖകൾ പ്രകാരം 4/5/1999 ശ്രീകോവിലിന്റെ മുൻവശത്തെ ദ്വാരപാലകരെ പൊതിച്ചിട്ടുള്ള സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നൊക്കെ പരിപാലിച്ചുകൊണ്ട് ഉറപ്പിക്കാൻ പമ്പ ഡിവിഷൻ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയതിന്റെ രേഖകളും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് മൊത്തം ശ്രീകോവിലിൽ സ്വർണം പതിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ച് സ്വർണത്തിന്റെ അതിന്റെ അളവുൾപ്പെടെ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആ ഫയലുകളിൽ അതിൽ ശ്രീകോവിലിന്റെ റൂഫ്, അതിനാണ് ഈ 30 കിലോയിൽ 15 കിലോയും ഉപയോഗിച്ചിരിക്കുന്നത്. 15,219.9 ഗ്രാം റൂഫിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെയിൻ ഗട്ടർ, അതിന് 1 കിലോ 15 ഗ്രാം സ്വർണം, ഹുണ്ടി 1014 ഗ്രാം സ്വർണം, അങ്ങനെ മൊത്തത്തിൽ 30,291 ഗ്രാം സ്വർണം, അതായത് 30 കിലോ സ്വർണം ഉപയോഗിച്ചിട്ടാണ് അന്ന് 1998 ഈ UB ഗ്രൂപ്പ് ആ സ്വർണം പൊതിഞ്ഞ ആ നടപടികൾ പൂർത്തിയാക്കിയത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ഈ 420 പേജുള്ള ഈ ഫയലിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഇത് UB ഗ്രൂപ്പ് ഇത് സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്നിട്ട് എന്തൊക്കെ പണികളാണെന്നുള്ളത് തീരുമാനിച്ചു. അതിന് ചെന്നൈയിലുള്ള നാഗരാജൻ എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഉടമയെ കണ്ടുപിടിച്ചു. അയാളിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിച്ചു. ഏതൊക്കെ പ്രവർത്തനത്തിന് എത്ര സ്വർണം വേണം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് കാലാകാലങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ചു. എന്നിട്ട് ഈ നാഗരാജനും 50 ജീവനക്കാരും സന്നിധാനത്ത് വെച്ച് ആ സ്വർണം പൊതിയുന്ന പണി പരിപൂർണമായി ചെയ്ത് അവസാനിപ്പിച്ചു. സുഹൃത്തുക്കളെ, എന്നാൽ 2019, 2020, 2025 എന്താ നടന്നത്? ഒരു ദുരൂഹ കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ സ്വർണം പൊതിഞ്ഞത് ചെമ്പാണെന്ന് പറഞ്ഞ് അയാൾക്ക് കൊടുത്തുവിട്ടു. അയാൾ കണ്ണിക്കണ്ട സ്ഥലങ്ങളിൽ മുഴുവൻ കൊണ്ടുപോയി, കണ്ണിക്കണ്ട പണക്കാരുടെ വീട്ടിൽ മുഴുവൻ കൊണ്ടുപോയി വെച്ച് അയാൾ കോടികൾ ഉണ്ടാക്കി. ആ സ്വർണം അയാൾ വിറ്റു, യഥാർത്ഥ സ്വർണം വിറ്റു. എന്നിട്ട് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിട്ടൊരു ഒരു ദുരൂഹ സ്ഥാപനത്തിൽ കൊണ്ടുപോയി സ്വർണം പൂശി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. 2019 കൊണ്ടുവന്നു.
അത് സ്വർണം പൂശി സ്വർണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി 2020 പീഠവും 2025 വീണ്ടും ദ്വാരപാലകരെയും കൊടുത്തു വിട്ടു. ഇതല്ലേ ഇപ്പം നടന്നിട്ടുള്ളത്? ഇതിലെന്തെങ്കിലും നടപടിക്രമം പാലിച്ചിട്ടുണ്ടോ? ഇതിൽ ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ? ഇത് സന്നിധാനത്ത് വെച്ച് ചെയ്യണം എന്നുള്ള നിയമം ലംഘിച്ചില്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ഇതൊക്കെ ഈ നിയമലംഘനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ദേവസ്വം ബോർഡിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം 998 UB ഗ്രൂപ്പ് ശബരിമലയിൽ നടത്തിയ സ്വർണം പൊതിയലുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ടുള്ള 420 പേജിലെ ഫയലുകളിൽ അടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഈ വീഡിയോയിലൂടെ സമർപ്പിച്ചിരിക്കുന്നത്.